ഒരു ടേസ്റ്റുള്ള ഐസ്ക്രീം ഉണ്ടാക്കി നോക്കിയാലോ? പാൽപ്പൊടി, മിൽക്ക് മെയ്ഡോ വിപ്പിംഗ് ക്രീമോ ഒന്നും ചേർക്കുന്നില്ല. ഇതുണ്ടാക്കാൻ 500 മില്ലി പാലാണ് എടുക്കുന്നത്. 2 ടീസ്പൂൺ പത്തിരിക്കും ഇതിലേക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി എടുക്കുക. ഇതിന് കുറച്ച് പാലെടുത്ത് അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കട്ട പൊടിക്കാത്ത രീതിയിൽ നല്ലൊരു ക്രീമി ആയ രൂപത്തിൽ നിന്ന് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ കട്ടകളൊക്കെ അരിപ്പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ നിന്ന് തന്നെ വെന്ത് പോയിക്കോളും. അതായത് പാലം നമുക്കൊന്ന് ചൂടാക്കാൻ വെക്കാം. വീഡിയോ കാണുമ്പോൾ അതൊക്കെ ഒന്ന് ലൈക്കും സബ്ബും ചെയ്യണേ. ക്രീമി രൂപത്തിൽ അരിപ്പൊടി മിക്സ് ഇവിടെ റെഡി ചെയ്യണം. ചൂടായി വരുന്ന പാലിലേക്ക് ഈ അരിപ്പൊടി മിക്സ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പാൽ തിളച്ചതിന് ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേണ്ടതൊന്ന് ഇളക്കിയെടുക്കാൻ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കാം. ഞാൻ ഇവിടെ ഒരു 5 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് അങ്ങനെ അച്ച ചേർക്കാം. ഇതും നന്നായി ലോ ഫ്ലെയിമിൽ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായി കുറുകി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. അരിപ്പൊടിയും പാലൊക്കെ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് നമുക്ക് അളവ് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറിയ ചൂടോട് കൂടി അടപ്പ് വെച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയ സ്റ്റീലിൻ്റെതോ ഗ്ലാസിൻ്റെ എന്തെങ്കിലും പാത്രത്തിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കുക. നിർബന്ധമായും അടച്ച് വെച്ച് 1.5-2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. 2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രീസറിൽ നിന്ന് പുറത്തെടുക്കുക. മുകൾ ഭാഗം കാണുമ്പോൾ നല്ല ടൈറ്റ് നിൽക്കുന്ന രീതിയിലാണ് കാണുക. പക്ഷേ അടിയിൽ നല്ല ക്രീമിയ രൂപത്തിൽ സോഫ്റ്റ് രീതിയിൽ നമുക്ക് കാണാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഏത് ഫ്ലേവറാണ് വേണ്ടത് ചലന വെച്ച് കൊടുക്കാം. വാനില ഐസ്ക്രീം ആണെങ്കിൽ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഏതാ നമുക്ക് ഫ്ലേവർ ഇഷ്ടമെങ്കിൽ അതനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുത്തത് പിസ്തയുടെ എസൻസാണ്. ഇനി ഒന്നും വേണ്ടത് എന്തെങ്കിലും തന്നെ അടിച്ചെടുക്കുകയും ചെയ്യാം. 2 മിനിറ്റ് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നേരിയ പച്ചയെന്നുള്ള സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. നട്ട്സ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അത് സെറ്റാവാൻ ഫ്രീസറിൽ 8 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെക്കുക. ഞാൻ നൈറ്റിലാണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും എടുക്കുക. അത് സൂപ്പറായി കിട്ടും. അങ്ങനെ 8 മണിക്കൂറിന് ശേഷം ഒന്ന് നമുക്ക് തുറന്നു നോക്കാം. ഇന്ത്യയിൽ സ്കൂപ്പ് ചെയ്യുന്ന ഒന്നും ഇല്ലാതെ കൊണ്ട് തവി ഉപയോഗിച്ചിട്ടാണ് സ്കൂപ്പ് ചെയ്യുന്നത്. നല്ല സൂപ്പറായി ഐസ്ക്രീമിൻ്റെ ടെക്സ്ചറോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ബദാമോ പിസ്തയോ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ച് ഒരു ടേസ്റ്റ് കിട്ടി. എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് അറിയിക്കുക.